നമസ്കാരം, എല്ലാവർക്കും സത്തൻ മെനുവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഞാൻ നീതു. ഇന്ന് സത്തൻ മെനുവിൽ ഞാനൊരു ഓണവിഭവമായിട്ടാണ് വന്നിരിക്കുന്നത്. കാളനാണ് ഞാനിന്ന് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ കേരളത്തിൽ പല സ്ഥലങ്ങളിലും പല രീതിയിൽ കാളൻ ഉണ്ടാക്കാറുണ്ട്. അപ്പോൾ ഞാനിതൊരു മലബാർ സ്റ്റൈൽ, അതായത് ഒരു നോർത്ത് മലബാർ സ്റ്റൈലാണ് ഉണ്ടാക്കുന്നത്. നിങ്ങൾ ആദ്യമായിട്ടാണ് സത്തൻ മെനു കാണുന്നതെങ്കിൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടെയുള്ള ബെല്ലൈക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യണേ. അപ്പോൾ അടുത്ത പ്രാവശ്യം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമ്മൾ ആദ്യം തന്നെ കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവിച്ചെടുക്കണം. ഞാൻ കുക്കറിലാണ് ഇപ്പോൾ ഇവിടെ വേവിക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചേന നമുക്ക് വേണം, അതേപോലെ തന്നെ വാഴക്ക വേണം, അതായത് പച്ചക്കായ. അപ്പോൾ പച്ചക്കായ ഞാനൊരു വലിപ്പമുള്ള നേന്ത്രൻ്റെ പകുതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അതേ അളവിൽ തന്നെ ചേനയും ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ കൂടെ എരിവിന് വേണ്ടിയിട്ട് 2 പച്ചമുളക് ഞാൻ കീറിയിട്ടിട്ടുണ്ട്. അപ്പോൾ ഇത് 2 കഷ്ണങ്ങൾ ചതുര കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ ഇതിൻ്റെ കൂടെ ഒരു പിടി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുക. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർക്കുക. മുളക് പൊടി അധികം ചേർക്കരുത്, കുരുമുളകിൻ്റെ എരിവാണ് ശരിക്കും ഈ കാളിന് വേണ്ടത്. അപ്പോൾ അതേപോലെ തന്നെ ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇത് എരിവിനനുസരിച്ചിട്ടൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ ശ്രദ്ധിക്കുക. പിന്നെ വേണ്ടത് കുറച്ച് വെള്ളമാണ്. ഒരുപാട് വെള്ളം ഒഴിച്ചിട്ട് നമ്മളിത് വേവിക്കരുത്. നമ്മളിത് കുറുകിയ ഒരു പരുവാണ് ഇതിന് വേണ്ടത്. അതുകൊണ്ട് കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. കൂടെ ആവശ്യത്തിന് ഉപ്പ്. എന്നിട്ട് ഇതൊരു മീഡിയം ഫ്ലെയിമിൽ ഒരു 2 വിസിൽ വരുന്നത് വരെ ഇതൊന്ന് വേവിച്ചെടുക്കാം. ഈ സമയത്ത് നമുക്കിതിൻ്റെ അരപ്പൊന്ന് തയ്യാറാക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഫ്രഷ് ആയിട്ടുള്ള തേങ്ങ ചിരകിയത് വേണം. അത് ഏകദേശം ഒരു 2 മുതൽ 3 പിടി തേങ്ങ വരെ നിങ്ങൾ ചേർത്ത് കൊടുക്കാവുന്നതാണ്. ഇതിൻ്റെ കൂടെ ഇതിലേക്ക് ഏകദേശം ഒരു 1/2 ടീസ്പൂൺ ജീരകം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് ഈ സമയത്ത് വേണമെങ്കിൽ പച്ചമുളക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അതിൻ്റെ കൂടെ തന്നെ വേവിക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല കട്ടിയിൽ പേസ്റ്റ് പോലെ അരച്ചെടുക്കണം. ഒരുപാട് ലൂസ് ആവരുത്. ഏകദേശം ഈ ഒരു പരുവത്തിൽ വേണം നിങ്ങൾ തേങ്ങ അരച്ചെടുക്കാൻ വേണ്ടിയിട്ട്. നല്ല തിക്കായിരിക്കണം. അപ്പോൾ നമ്മുടെ ചേനയും പച്ചക്കായയും ഒക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് അരച്ചു വെച്ചിരിക്കുന്ന അരപ്പൊന്ന് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, അരപ്പ് ചേർക്കുമ്പോൾ നല്ല കട്ടിയിൽ വേണം അരപ്പ് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. കാരണം നമ്മൾ വേവിച്ചിരിക്കുന്ന കുറച്ച് വെള്ളം ഇതിനകത്ത് ഓൾറെഡി ഉണ്ടാവും. അപ്പോൾ രണ്ടും കൂടെ കൂടുമ്പോൾ കറക്റ്റ് പാകമായിരിക്കും. പക്ഷെ നമ്മൾ അരപ്പ് ലൂസായിട്ട് അരക്കുവാണെങ്കിൽ അത് കുറച്ചും കൂടെ ലൂസായി പോകും അതിൻ്റെ ഗ്രേവി. ഇനി നമ്മൾ ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. മിക്സ് ചെയ്യുമ്പോൾ ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് ഉടച്ചു കൊടുക്കാൻ ശ്രദ്ധിക്കുക. ഇപ്പോൾ നന്നായിട്ട് പേസ്റ്റ് പോലെ ഉടച്ചെടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എനിക്ക് അവിടെ കഷ്ണങ്ങൾ കിടക്കുന്നതാണ് ഇഷ്ടം. അത് നിങ്ങളുടെ ഇഷ്ടം പോലെ അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ നമ്മുടെ ഗ്രേവിയൊക്കെ നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ആ തേങ്ങയുടെ പച്ചമണം മാറുന്നവരെ ഒന്ന് തിളപ്പിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ ഇനി ഇതിലേക്ക് നമ്മൾ തൈര് ചേർത്ത് കൊടുക്കണം. നന്നായിട്ട് ഉടച്ചിട്ട് തൈര് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ 1/2 കപ്പ് തൈര് ചേർത്തിട്ടുണ്ട്. അപ്പോൾ തൈരിൻ്റെ പുളിക്കനുസരിച്ചിട്ട് വേണം നിങ്ങൾ തൈര് ചേർത്ത് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഞാനിപ്പോൾ ഇവിടെ 1/2 കപ്പ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല പുളിയുള്ള തൈരാണ്. അപ്പോൾ അത് ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ തൈര് ചേർത്ത് കഴിഞ്ഞിട്ട് അധികം തിളപ്പിക്കേണ്ട ആവശ്യമില്ല. പക്ഷെ ചെറുതായിട്ടൊന്ന് തിള വരുന്നത് വരെ നമ്മളിതൊന്ന് വെയിറ്റ് ചെയ്യണം. അപ്പോൾ അതാ നോക്കിക്കേ, നന്നായിട്ട് ഗ്രേവിയൊക്കെ നന്നായിട്ട് തിക്കായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് കുറച്ചൊരു തിള വരുന്നത് വരെ നമ്മളിതൊന്ന് വെയിറ്റ് ചെയ്ത് എടുക്കാം. അപ്പോൾ അതിനുശേഷം നമുക്കിതിലേക്ക് താളിച്ച് കൊടുക്കാം. അപ്പോൾ അതാ ചെറുതായിട്ട് തിളയൊക്കെ വന്ന് തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് താളിച്ചൊഴിച്ചിട്ടുണ്ട്. അപ്പോൾ 2 ടീസ്പൂൺ എണ്ണ ചൂടാക്കിയിട്ട് ഒരു 1/2 ടീസ്പൂൺ കടുക്, 1/4 ടീസ്പൂൺ ഉലുവ, ഒരു പിടി കറിവേപ്പില, ഇത്രയാണ് ഞാൻ താളിച്ചൊഴിച്ചിട്ടുള്ളത്. അപ്പോൾ ചില സ്ഥലങ്ങളിൽ വറ്റൽമുളക് ചേർത്ത് കൊടുക്കും. അപ്പോൾ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. അതുകൊണ്ടാണ് ഞാനത് ക്യാമറയിൽ എടുക്കാത്തത്. താളിക്കുന്നതൊക്കെ എല്ലാവർക്കും അറിയാമല്ലോ അല്ലേ. അപ്പോൾ അങ്ങനെ നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള കാളൻ തയ്യാറായിട്ടുണ്ട്. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ satanmenu2017@gmail.com എന്നുള്ള മെയിലിലേക്ക് അയച്ചിരിക്കുക. ഇതെല്ലാം മറക്കാതെ ഉണ്ടാക്കുക. അപ്പോൾ അതേപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അതേപോലെ തന്നെ സത്താൻ മെനു സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. താങ്ക്